സിദ്ദീഖുൽ അക്ബർ അലി റളിയല്ലാഹു കണ്ടാൽ സലാമാദ്യം അലിയ പറയലു. ഒരു ദിനം അലി സിദ്ദീഖിനെ കാണുന്നതായി, എന്നിട്ടു മിണ്ടാതെന്ന് താൻ നിൽക്കുന്നതായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ് ആരാ? അലി ഹൈദറുൽ ഖറാർ ആരാ? അൻതുമുൽ ജന്ന യാ സ്വഹാബ, നിങ്ങൾ സ്വർഗ്ഗത്താണെന്ന് അല്ലാഹു എണ്ണിക്കഴിഞ്ഞ സ്വഹാബാക്കളാണ്. അവർ മൂന്ന് പേരും കണ്ടാൽ ആദ്യമായിട്ട് സലാം പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ്. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു സലാം പറയുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ അലിയാര് തങ്ങൾ സലാം പറയുന്നില്ല. സലാം പറയാൻ നിൽക്കുന്ന അലിയുടെ മുഖത്ത് നോക്കിയിട്ട് എന്തേ സലാം പറയാത്തത് അലിയെ എന്ന ഭാവത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങട്ട് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ ആരംഭ സ്വഹാബിയല്ലേ അബൂബക്കർ സിദ്ദീഖ്. എന്ത് വിഷമം വന്നാലും ഓടിച്ചെല്ലും അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക്. ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അലി എന്നോട് സലാം പറയുന്നില്ല റബ്ബേ, അലി എന്നോട് സലാം പറയുന്നില്ല നബിയേ, ഒന്ന് അലിയെ വിളിച്ച് ചോദിക്കണം യാ നബിയല്ലാഹ്. അലി ആര് തങ്ങളെ വിളിച്ചു, എന്തേ അലിയേ അബൂബക്കറിനോട് സലാം പറയാത്തത്? പതിവിൽ വിപരീതമായിട്ട് എന്തുകൊണ്ടാണ് സലാം പറയാത്തതെന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം ഞാൻ കണ്ടു നബിയേ. ആദ്യമായിട്ട് സലാം പറയുന്നവന് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ടെന്ന് ഞാൻ സ്വപ്നം കണ്ടു നബിയേ. അതെനിക്ക് വേണ്ട, അതെന്റെ അബൂബക്കറിന് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സലാം പറയാത്തതാണെന്ന് കരഞ്ഞുകൊണ്ട് അലിയാര് തങ്ങൾ പറഞ്ഞെങ്കിലു ആലോചിച്ചു നോക്കൂ. സ്വർഗത്തിന്റെ മഹോന്നതമായ സ്ഥാനം എനിക്ക് വേണ്ട, എന്റെ കൂട്ടുകാരന് കിട്ടട്ടെ എന്ന് പറയുന്ന ഉന്നതമായ ചിന്ത നോക്കൂ. ആധുനിക കാലഘട്ടം എങ്ങനെയാ? കാസർഗോഡുകാരാ, അവൻ 2 നില വെച്ചാൽ 3 നില ഞാൻ വെക്കും. അവൻ ഇന്നോവ അടിച്ചാൽ ക്രിസ്റ്റ ഞാൻ വാങ്ങും. അവൻ ചെറിയ വാച്ച് കെട്ടിയാൽ വലുത് ഞാൻ കെട്ടും. അവന്റെ മോളെ കല്യാണത്തിന് 20 പവനാ കൊടുത്തത്, 30 എനിക്ക് കൊടുക്കണം. അവന്റെ മോളെ കല്യാണത്തിന് ആട് ബിരിയാണി ആയിരുന്നു, ഞാൻ മന്തിയാ വെക്കാൻ പോകുന്നത്. പരസ്പര മത്സരമാണ് ഇന്നത്തെ മുസ്ലിമിന്. കോടികൾ എറിഞ്ഞ് പകട കളിക്കുകയാണ്, കല്യാണത്തിന്റെ ആഡംബരങ്ങൾ കാണിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലല്ലേ കഴിഞ്ഞ ദിവസം ആദിവാസിയെക്കാളും കഷ്ടപ്പെടുന്ന, ആദിവാസിയെക്കാളും ഏറ്റവും മോശമായ രൂപത്തിൽ മണവാട്ടി ഒരുക്കി കൊണ്ടുപോയത് ഈ ജില്ലയിലല്ലേ പ്രിയപ്പെട്ടവരെ? പണത്തിന്റെ കൊഴുപ്പ് കൂടുമ്പോ, പണത്തിന്റെ അഹങ്കാരം കൂടുമ്പോ, പണത്തിന്റെ പവർ കൂടുമ്പോ പാവപ്പെട്ടവനെ മറന്നുകൊണ്ട് ആഡംബരം കാണിക്കുന്നവരെ, അള്ളാനെ മറന്നുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ ആഡംബരത്തിന്റെ കുഴപ്പങ്ങൾ കൊണ്ടല്ലേ ഈ ദുനിയാവിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ വന്നത്. കോവിഡ് വന്ന് മരിച്ചു പോയിട്ട് എത്ര മയ്യത്തുകളെയാണ് ട്രാക്ടർ കൊണ്ട് കുഴിച്ച കുഴിയിലേക്ക് മയ്യത്ത് പോലും കുളിപ്പിക്കാതെ തള്ളിയിട്ടത് നമ്മൾ കാണിച്ച പ്രവർത്തനങ്ങൾ കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ? പണത്തിന്റെ ഹുങ്ക് കൊണ്ട് സഹോദരിയുടെ വിലയറിയാതെ അടുത്ത് കിടക്കുന്നവൻ പട്ടിണിയാണെന്നറിഞ്ഞിട്ട് ആഡംബരത്തോടെ നിന്റെ പൊന്നുമോളെ കല്യാണം നടത്താൻ, മംഗലം നടത്താൻ ഒരു മടിയും കൂടാതെ നീ മുന്നോട്ട് വന്നിട്ടു. പാവപ്പെട്ടവന്റെ കണ്ണുനീരിന്റെ വില നീ അറിയാത്തത് കൊണ്ടല്ലേ മാരകമായ രോഗങ്ങൾ ഈ മണ്ണിൽ അല്ലാഹു തരുന്നത്. 50,000 പേരല്ലേ ഒറ്റയടിക്ക് ദുനിയാവിൽ നിന്ന് മാറിപ്പോയത്. മയ്യത്ത് പോലും കുളിപ്പിക്കാൻ പറ്റാത്ത എത്ര മയ്യത്തുകളാണ് കുഴിയിലകപ്പെട്ടത്. എന്നിട്ടും നമ്മളെ അഹങ്കാരം മാറുന്നില്ലല്ലോ, മനസ്സ് നന്നാവുന്നില്ലല്ലോ. വീണ്ടും അഹങ്കാരങ്ങളല്ലേ. കോവിഡ് കഴിഞ്ഞ ഉടനെ വന്ന കല്യാണത്തിലാണ് ഈ മാഭാഗങ്ങൾ കാണിച്ചു കൂട്ടുന്നതെങ്കിൽ എന്ത് കണ്ടിട്ടാണ് മനുഷ്യരെ നമ്മൾ പഠിക്കുന്നത്? എന്ത് കിട്ടിയാലും പഠിക്കില്ല, എന്ത് വാശിയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? അതുകൊണ്ട് മാറിയില്ല എങ്കിൽ കോവിഡ് അല്ല, കൊറോണയല്ല, ഒമിക്രോൺ അല്ല, ഇതിനേക്കാൾ വലിയ മഹാരോഗങ്ങൾ ഇനിയും വരാനുണ്ട്, സംശയമില്ല. അത്ര അഹങ്കാരങ്ങളും ധിക്കാരങ്ങളുമാണ് ഇന്ന് മനുഷ്യൻ കാണിക്കുന്നത്. പണ്ഡിതന്മാർക്ക് വിലയില്ല, ആലിമീങ്ങൾക്ക് വിലയില്ല, സാദാത്യങ്ങൾക്ക് വിലയില്ല, പള്ളിക്ക് വിലയില്ല, മഹലിന് വിലയില്ല, സമുദായത്തിന് വിലയില്ല. ആ സ്വാർത്ഥതയുടെ ഏറ്റവും വലിയ ഉത്തുംഗ സോപാനത്തിൽ പണത്തിന്റെ കൊടുപ്പ് കൊണ്ട് എന്ത് ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞ് അഹങ്കാരത്തോടു കൂടി നടക്കുമ്പോ മുസ്ലിമേ, ഈജിപ്തിലൊന്ന് പോയി നോക്ക് നീ.
ഈജിപ്തിലൊന്ന് പോയി നോക്കൂ നീ, അവിടെ ഒരു മനുഷ്യന്റെ കോലം അല്ലാഹു ബാക്കി വെച്ചിട്ടുണ്ട്. അവനെ അല്ലാഹു നശിപ്പിച്ചിട്ടില്ല. ഞാനാണ് റബ്ബനല്ലാഹ്, ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചവനെ അല്ലാഹു ബാക്കി വെച്ചിരിക്കാതെ നമുക്കൊരടയാളമായിട്ട് കാണിച്ചു തന്നെ. എന്തെന്നറിയൂ, ഇതെല്ലാം നീ കാണിക്കുന്നത് കിബറിന്റെ അടയാളമാ. നിന്റെ കൂട്ടുകാരനെ കാണുമ്പോൾ നീ മിണ്ടാതെ പോകുന്നത് നിനക്ക് വലിപ്പമുണ്ടെന്നറിഞ്ഞിട്ടാ. മരിച്ചു പോകൂല എന്നുള്ള ചിന്ത എന്തുവാണോ, മരിക്കൂല എന്നാണോ നിന്റെ വിചാരം? ഖുർആൻ ചോദിക്കുന്നു, അഫഹസിബുതും അന്നമാ നീ വിചാരിച്ചു പോയോ അന്നമാ ഖലഖനാകും അബസാ, നിന്നെ വെറുതെയാണ് ഞാൻ പടച്ചതെന്ന് നീ വിചാരിച്ചു പോയോടാ? എന്നാൽ വേണ്ട, ഇദാ ജാഅ അജലുഹാ ലാ യസ്തഅഖിറൂന സഅ വലാ യസ്തഖ്ദിമൂൻ. ടൈം വന്നു കഴിഞ്ഞാൽ പിന്നെ മുന്തിക്കയില്ല പിന്തിക്കയില്ല, ടക്കന നിന്നെ കൊണ്ടുപോകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ.